ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രേണുവിന് അസുഖമാണെന്ന് അറിഞ്ഞു, എന്നിട്ടൊരു വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും രേണുവിന് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി രേണു പൂർവാധികം ശക്തിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ രേണുവിന് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ. നമ്മൾ ആർക്കും തന്നെ ഈ അസുഖം വരാതിരിക്കട്ടെ. കാരണം എൻ്റെ അച്ഛൻ ക്യാൻസർ വന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാനം 4th സ്റ്റേജ് കഴിഞ്ഞിട്ട് പകുതി ആയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ലങ്സ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അച്ഛൻ പിന്നെ വളരെ കുറച്ച് നാളെ ജീവിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ അറിഞ്ഞില്ല, അതുവരെ അച്ഛന് ഒരുപാട് അസുഖങ്ങളൊന്നും വരാത്ത ഒരാളായിരുന്നു. ലങ്സ് ക്യാൻസർ വന്നു എന്നറിഞ്ഞ് നമ്മൾ 4th സ്റ്റേജിലാണ് അറിഞ്ഞത്. 4th സ്റ്റേജ് കഴിയാറായി. 4th സ്റ്റേജ് കീമോ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. ഒരു കുഴപ്പമില്ലെന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഫാദർ. എല്ലിനെയും കൂടി ബോണിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നടുവേദനയും അതിനൊക്കെ പനിയും വന്നപ്പോഴാണ് അത് സീരിയസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അച്ഛൻ പോയത്. അങ്ങനെയാണ് നമ്മൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ് കിംസിലായിരുന്നു ട്രീറ്റ്മെന്റ്. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ ഒരു ക്യാൻസർ. പിന്നെ അച്ഛൻ ഒരു 28 ദിവസമേ ജീവിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് അച്ഛൻ്റെ ആ ഒരു കഷ്ടമൊന്നും ഒരുപാട് അനുഭവിക്കാനുള്ള ഒരു അവസരം വന്നില്ല. ആ ഒരു 28 ദിവസവും അച്ഛൻ ഒറ്റ കിടപ്പിലായിരുന്നു. അച്ഛൻ്റെ മലവും മൂത്രവും എല്ലാം എടുത്തത് ഞാൻ തന്നെയാണ്. എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഒരു വശം തളർന്നു പോയായിരുന്നു. ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ തളർന്നു പോയി. ബാക്കിയുള്ള 16 ദിവസത്തോളം അച്ഛൻ ഒറ്റ കിടപ്പിലായിരുന്നു. അപ്പോൾ മലവും മൂത്രവും ഒക്കെ എടുത്ത് ഞാൻ തന്നെയാണ് നോക്കിയത്. അപ്പോൾ പിന്നെ ഒരുപാട് കിടന്ന് നിലവിളിച്ച് വേദനയൊന്നും എടുത്തതായിട്ട് അച്ഛൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വേദന സംഹാരി ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അതിന് എത്ര 1400 രൂപയും കണ്ടായിരുന്നു ഒരു ടാബ്ലറ്റിന്. അത് വാങ്ങിച്ചു കൊടുത്തു. അച്ഛൻ ഒരു 28 ദിവസമായപ്പോൾ മരിച്ചു. പക്ഷെ അത് നമ്മൾ ലാസ്റ്റ് മൊമെന്റിലാണ് അറിഞ്ഞത്. അത് പിന്നെ ലങ്സിലും ആയിരുന്നു കേട്ടോ. പക്ഷെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ 15-20 വർഷമായി റിക്കവർ ചെയ്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ രേണു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ലൈഫിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയിലിരുന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. സോറി ഗൈസ്. അപ്പോൾ എന്തായാലും രേണുവിന് സുഖമാവട്ടെ. ആകപ്പെട്ടി കുഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ രേണുവിൻ്റെ വീഡിയോ കാണുമ്പോൾ രേണുവിൻ്റെ 2-3 വീഡിയോസ് കണ്ടു. പിന്നെ അതുപോലെ തന്നെ രേണുവിൻ്റെ ഒരു ഞാൻ ഒരുപാട് വീഡിയോ ഇതിനൊക്കെ നഗ്നതാ പ്രദർശനം നടത്തിയിട്ട് കാശുണ്ടാക്കുന്ന ഒരുപാട് സ്ത്രീകളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ട ഒരാളാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, അങ്ങനെ അതിനെ ഞാൻ ഒരുപാട് നമ്മുടെ ശരീരം നാട്ടുകാരെ കാണിച്ചിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടൊരു പ്രവണതയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ എന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും വിമർശിച്ചു. പക്ഷെ ഞാൻ ബിഗ് ബോസിന് ശേഷം രേണുവിനെ കുറിച്ചിട്ടോ രേണു സുധിയെ കുറിച്ചോ ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. ബിക്കോസ് ഞാൻ എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച രേണുവിൻ്റെ ഒരു ഇഷ്ടം പോലെ അങ്ങ് പോകട്ടെ, നമ്മൾ വിമർശിക്കണ്ട എന്ന് ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചിട്ടാണ്. കാരണം രേണു ഇഷ്ടമാണ്, ഇനി നമ്മൾ എന്തിനാണ് പറഞ്ഞത്. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിൽക്കുന്ന ആദ്യത്തെ സമയത്ത് ഞാൻ രേണുവിൻ്റെ ഒരു വീഡിയോ ഇട്ടതിന് ഒരുപാട് ആൾക്കാർ എന്നെ തെറി വിളിച്ച് വളരെ മോശമായിട്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം എനിക്ക് ബിഗ് ബോസിൽ രേണുവിനെ ഇഷ്ടമായിരുന്നു. രേണു ഒന്നും ചെയ്തില്ലെങ്കിലും രേണു ആരെ കൂടെ പരദൂഷണം പറയാനോ അതുപോലെ തന്നെ രേണു ആരെ കുറ്റം പറയാനോ ഒന്നും പോകാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രേണുവിനെ ഇഷ്ടമായിരുന്നു. ബിഗ് ബോസ് ഷോയിനുള്ളിൽ ആ ഹൗസിനുള്ള രേണുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ പോയായിരുന്നെങ്കിൽ രേണു ഭയങ്കര പോസിറ്റീവായി തന്നെ ആയേനെ. പക്ഷെ തിരിച്ചിറങ്ങിയെന്ന് വീണും പഴയതിനെക്കാട്ടി കഷ്ടമായി. നമ്മൾ കുറ്റം പറഞ്ഞ എപ്പോഴും ഞാൻ ആദ്യം വീഡിയോ ഇട്ട ഈ ബിഷപ്പിനെയും ഫിറോസിനെയൊക്കെ ഒരുപാട് മോശമായിട്ട് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ രേണുവിനെതിരെ ഒരു വീഡിയോ ഇട്ടത്. പക്ഷേ അതിനുശേഷം പിന്നെ ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് പിന്നെ ഞാൻ രേണു ഇങ്ങനെ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങി ഒരുപാട് വൾഗറായിട്ട് ഒരാളും, കാരണം സ്വന്തം മക്കൾ വളർന്നു വരുന്നു. നാളെ അവര് കുഞ്ഞ് കിച്ചുവിനെ വിട്, അമ്മയല്ല അവര് തന്നെ പറഞ്ഞു കൊല്ലം സുധിയുടെ മൂത്ത മകന് സംബോധന ചെയ്തുകൊണ്ട് പിന്നെ അവരുടെ മകനായിട്ട് നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഏറെ ഒരു കുഞ്ഞുണ്ടല്ലോ, അവൻ വളർന്നു വരുമ്പോൾ നാണക്കേടല്ലേ. നമ്മുടെ സമൂഹത്തിലാണ് ജീവിക്കുന്ന മക്കള് ഞാൻ എപ്പോഴും പറയുന്നത്, മക്കള് നമ്മുടെ ഈ സമൂഹത്തിലാണ്. അവർക്ക് മറ്റുള്ളവർ അവരെ വളരെ പരിഹസിച്ച് നോക്കും. നമ്മൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. ഒരുപാട് ബുദ്ധിമുട്ടാണ് ഓരോ മനുഷ്യനും ജീവിച്ചു പോവാൻ. പക്ഷേ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണമെന്ന് വിചാരിച്ച് നമ്മുടെ തുണി ഉരിഞ്ഞ് നമ്മുടെ നഗ്നത കാണിച്ചുകൊണ്ട് പണം ഉണ്ടാക്കിയ നാളെ ഞങ്ങളുടെ മക്കൾക്ക് ഒരുപാട് നാണക്കേടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു വീഡിയോ പോലും ഇടാൻ എനിക്ക് തോന്നിയില്ല. ഒരു കമൻറ്റ് ആരുടെ വീഡിയോയിലും ഒരു കമൻറ്റ് പോലും ഇടാൻ എനിക്ക് തോന്നിയില്ല. സ്വാഭാവികം എനിക്കങ്ങനെ എനിക്കിഷ്ടമായില്ല, അല്ലെങ്കിൽ ഞാനങ്ങനെ ഇട്ടില്ല ഇതുവരെ.
നന്നായിട്ട് ജീവിക്കട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ അസുഖം വന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊരു സങ്കടമായി. കാരണം പക്ഷേ അസുഖം വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടും രേണുവിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോഴും ആവശ്യമില്ലാത്ത കുറേ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഈ രേണു എന്തിനാണ് മറ്റുള്ളവർക്ക് ഇന്റർവ്യൂ കൊടുക്കാതെ സ്വന്തം ചാനലിലിരുന്ന് സംസാരിക്കൂ. ഇഷ്ടമുള്ളത് ചാനലിലിരുന്ന് സംസാരിച്ചൊരു 1,00,000 ആൾക്കാർ കണ്ടാൽ അത്രയും കാശ് രേണുവിന് കിട്ടും. അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. രേണുവിന്റെ പല ചോദ്യങ്ങളും കിച്ചുവിനെതിരെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ അവതാരക ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റംസ് ഇപ്പൊ രേണു പരിമല ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്തു, രേണുവിന് ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞിട്ടാണ് രേണു ബഹ്റൈനിൽ പോയത്. ഈ ബഹ്റൈനിൽ പോയതിനു ശേഷം രേണു തിരിച്ചു വന്നപ്പോൾ ഒരു റോങ് ഇൻഫർമേഷൻ, ഫോൾസ് ഇൻഫർമേഷൻ എന്ത് തന്നെ ആയാലും കസ്റ്റംസിന് സ്വർണം കടത്തുന്നു എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ കസ്റ്റംസ് അത് പരിശോധിക്കും. അവരുടെ ഡ്യൂട്ടിയാണ്. അതിനെ നമ്മൾ തടസ്സപ്പെടുത്താനോ അതിനെതിരെ പറയാനോ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പരിശോധന എന്ന് പറഞ്ഞാൽ വെറുതെ എല്ലാ ഡ്രസ്സും ഇപ്പൊ രേണു പറഞ്ഞ കണക്ക് ഒരു തുണി എല്ലാം ഉരിഞ്ഞ് പരിശോധിക്കും അവർ. കാരണം ശരീരത്തിൽ കെട്ടിവെച്ചിട്ട് വരുന്നുണ്ട്, അതേ കണക്ക് വിഴുങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫുള്ള് സ്കാനിങ് ആയിരിക്കും. അപ്പൊ അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ആ അവതാരക ചോദിക്കുന്നുണ്ട് 3 മണിക്കൂർ നിർത്തിയോ ക്യാൻസർ പേഷ്യന്റിനെ? അത് ഒരു പ്രാവശ്യമല്ല പലതവണ ആവർത്തി ചോദിക്കുന്നുണ്ട്. അവർക്ക് ഒരു ബുദ്ധിയും വിവരമില്ലാത്ത ഒരു സ്ത്രീ ആണല്ലോ ഈ അവതാരകൻ ആലോചിക്കുമ്പോഴാണ് നമുക്ക് അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 3 മണിക്കൂർ നിർത്തിയെന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഏത് ക്യാൻസർ പേഷ്യൻ്റ് ആയാലും അവർ അറിഞ്ഞാലും നിർത്തും. കാരണം അവരുടെ ഡ്യൂട്ടി അവർക്ക് ചെയ്യണം. പക്ഷെ രേണു ഒരിക്കലും ക്യാൻസർ പേഷ്യൻ്റ് എന്ന് അവർ അറിഞ്ഞിട്ടില്ല. കാരണം രേണു ഇത് പുറത്തേക്ക് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. രേണു തന്നെ പറയുന്നുണ്ട്, ഞാൻ അവസാനം എനിക്ക് വയ്യാതായി, വെള്ളം കുടിച്ചില്ല, അങ്ങനെ വന്നപ്പോഴാണ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞത്. കാരണം രേണു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്, വളരെ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അറിഞ്ഞിട്ട്. അല്ലാണ്ട് രേണു പറയുന്ന പോലെ രേണു നേരത്തെ ഒന്നും അറിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നില്ല. ഒരിക്കലും നേരത്തെ അറിഞ്ഞാൽ ഒരു വ്യക്തികൾക്കും ഇതുപോലെ രേണു അറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് രേണുവിന് ഇത്രയും ഹാപ്പിനെസ്സോട് മുന്നോട്ട് പോകാൻ പറ്റാത്തത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ രേണു ക്യാൻസർ ആണ്, ഇത്രയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തി എന്ന് അറിഞ്ഞപ്പോഴല്ലേ രേണു ഇത്രയും വളരെ സമാധാനത്തോടു കൂടി സംസാരിക്കുന്നത്, കുറ്റപ്പെടുത്തുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ എനിക്ക് അവതാരകരുടെ അനാവശ്യമായ ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയണല്ലോ. അപ്പൊ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ അനാവശ്യമായ ചോദ്യങ്ങളാണ് വീണ്ടും രേണുവിനെതിരെ ചെറിയെങ്കിലും നെഗറ്റീവ് വീണ്ടും വരാൻ സാധ്യത. അതുപോലെ അനാവശ്യമായിട്ടുള്ള കിച്ചുവിനെ കുറിച്ചുള്ള ചോദ്യം രേണു തന്നെ പറഞ്ഞു, കിച്ചു അവനെ എന്നെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ, പരസ്പരം പോട്ടെ. അവർക്ക് അമ്മയും മോനും ആണെന്ന് ചിന്തയുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം സംസാരിക്കാൻ വരിക. നമ്മുടെ നാട്ടുകാർ 4 ചുറ്റും നോക്കി നിൽക്കുന്ന ആൾക്കാർ ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവരുടെ അമ്മയും മകനും ആണെങ്കിൽ അവർക്ക് അങ്ങോട്ടിട്ട് സംസാരിക്കാം. ഒരു ഹോസ്പിറ്റലിൽ പോകും, ചിലപ്പോൾ ഇപ്പോൾ പോയിട്ടുണ്ടാവാം, പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു നെഗറ്റീവിൻ്റെ ആവശ്യമില്ല. കാരണം അതൊരു പയ്യനാണ്, അവനൊരു 10, 21, 22 വയസ്സേ ഉള്ളൂ. അവനൊരു ബ്രാൻഡൊക്കെ തുടങ്ങി ടീഷർട്ടിൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഉള്ള പൈസ അടിച്ചു പൊളിച്ച് നശിപ്പിക്കാതെ അവന് യൂട്യൂബ് ഏൺ ചെയ്യുന്ന ആ വരുമാനം വെച്ച് അവനൊരു നല്ല ബ്രാൻഡ് തുടങ്ങി, അതനുസരിച്ച് ഒരു ബിസിനസ് തുടങ്ങി. അതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊരു മാതൃകയായിട്ട് വരട്ടെ. അവൻ ഡ്രഗ്സിനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയ ഒരു കുട്ടിയല്ലേ, അവൻ അതിൽ നിന്ന് റിക്കവറായി വന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം വരുമ്പോൾ നമ്മളെല്ലാവരും അവനെ പ്രോത്സാഹിപ്പിക്കാം. പിന്നെ രേണുവിൻ്റെ അസുഖം പെട്ടെന്ന് മാറാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളൊന്ന് RCCയിലോട്ടൊന്ന് പോയി നോക്കണം. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ കോളേജ് തലത്തിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ RCC, കാരണം വെറുതെ ഒന്ന് നമ്മൾ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് പോയതാണ്. ഇവിടെ ഒന്ന് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ലൈഫിനോട് ഇതൊക്കെ അർമാദിച്ച് നടക്കാൻ ഒരിക്കലും നമുക്ക് തോന്നില്ല. കാരണം അവരുടെ വേദനകൾ, ഭയങ്കരമായ വേദനകൾ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് വേദന അനുഭവിക്കുന്നത്. നമ്മളേക്കും കൊച്ചു കുഞ്ഞുങ്ങളെയും കാട്ടി വേദന മാതാപിതാക്കളാണ്. അവരെ ആ രോഗം കാർന്നു തിന്നുമ്പോൾ, അവരാ കിടന്ന് നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ, കീമോ കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ എല്ലാം മാതാപിതാക്കൾ കിടന്ന് ഉരുകുവാണ്. അപ്പം പിന്നെ ഒരു നേരത്തെ മരുന്നിന് കാശില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് കാശില്ലാതെ എത്ര ആൾക്കാരാണെന്നറിയാം അവിടെ ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ രേണുവൊക്കെ ഭയങ്കര ഈ ഒരു അസുഖം വന്നെങ്കിലും ആ ഒരു രീതിയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്. പിന്നെ രേണു തന്നെ പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ലക്ഷങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ 4 ചുറ്റുമുണ്ട്. പക്ഷെ അതൊന്നുമില്ലാത്ത 4 ചുറ്റും നമ്മളെ ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ ക്യാൻസർ കൊണ്ട് വലയുന്ന ഒരുപാട് രോഗികളുടെ നമ്മളെ 4 ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാൻസർ എന്താണ് എന്ന് നമുക്കത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. നമുക്കതിന് ഭയങ്കര വിഷമമുണ്ട്. കാരണം അങ്ങനെ ഒരു അസുഖം വന്നു പോയല്ലോ എന്ന് ആലോചിച്ച്. പിന്നെ 15 വർഷം മുമ്പ് ഞാൻ കണ്ടെത്തിയാണ്. 15 വർഷം മുമ്പ് മൊഴിയുണ്ടായിരുന്നു, ചിലപ്പോൾ മൊഴി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എന്നാലും അതിനൊരു ക്ലാരിഫിക്കേഷൻ, ഈ ഒരു മുഴ അമ്മ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയെ എന്തായാലും ഒറ്റയ്ക്ക് ആശുപത്രി പോയി മുഴ കണ്ടുപിടിക്കില്ല. അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവും ആരെങ്കിലും, ഒരു കമ്പാനിയൻ, അമ്മയോ സഹോദരി ഉണ്ടായിരുന്നില്ല ഹൈദരാബാദിലാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഡോക്ടർ അവരോട്
പറയുമല്ലോ മകളുടെ ബ്രസ്റ്റിനൊരു മുഴയുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല, നിരുപദ്രവകാരിയാണ്, ഹാംഫുൾ ആയേക്കാം, ഇപ്പോൾ ഹാംലെസ് ആണ്, ഹാംഫുൾ ആയേക്കാം ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാനത് ആരെയും അറിയിച്ചില്ല എന്ന് പറയുന്നതിൽ അതത്രേ നമുക്കത് ഒരു വ്യക്തത അതിനകത്ത് വന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ഇതിനെ നേരത്തെ നേരത്തെ അറിഞ്ഞതല്ല, വളരെ കുറച്ച് ദിവസങ്ങൾ, ഒരു 10-12 മീൻസ് ഒരു 10 ദിവസം മാക്സിമം ആയിട്ടുള്ളൂ രേണു കൃത്യമായിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ദുബായിൽ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ് അറിഞ്ഞതെന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടാണ് പരുമല ഹോസ്പിറ്റലിൽ പോയതും ലീക്കായതും. അപ്പോഴും രേണു എല്ലാവരെയും ചീത്ത പറയുമായിരുന്നു. എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും വെറുതെ അനാവശ്യമായി പറയുന്നു, എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വന്ന് പറയും. പക്ഷെ അപ്പോൾ ഒരു അസുഖം ഉണ്ടല്ലോ, നമുക്കറിയാലോ നമുക്കൊരു അസുഖം ഉണ്ടെന്ന്. അപ്പം വന്ന് സമാധാനമായിട്ട് സ്നേഹത്തോട് പറയാമായിരുന്നു, എനിക്കൊരു അസുഖം വന്നു പോയി, ചില ആൾക്കാരൊക്കെ അറിഞ്ഞു, ഓക്കെ അപ്പോൾ എനിക്കൊരു അസുഖമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഭയങ്കരമായിട്ട് ദേഷ്യത്ത് ദ്രാഷ്ട്യം കാണിക്കുന്നു. പറഞ്ഞവരെന്തോ കുറ്റം പറഞ്ഞു, പറഞ്ഞവരെന്തോ ആക്ഷേപിക്കുന്നു എന്നുള്ള രീതിയിലാണ് രേണു പറഞ്ഞത്. അപ്പോൾ ഇതേ കണക്കുള്ളൊരു ക്യാരക്ടർ ഉണ്ടായതുകൊണ്ടാണ് ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു രോഗിയോ ആരും പേഴ്സണലി ആർക്കും രേണുവിനെ ഒരു ദേഷ്യവുമില്ല. രേണുവിൻ്റെ കയ്യിലിരിപ്പ് ഈ പ്രവർത്തികൾ, തുണി ഉരിഞ്ഞ് കാണിച്ചുകൊണ്ടുള്ള ഇത്രയും മോശമായിട്ടുള്ള വീഡിയോസ്, അത് സമൂഹത്തിലെ ചെറിയ കുട്ടികൾ പോലും പണം ഉണ്ടാക്കാൻ തുണി ഉരിഞ്ഞാൽ മതി എന്നുള്ളൊരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഉള്ളൊരു ഭയം മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടായി മറ്റുള്ള. അതുകൊണ്ടാണ് എല്ലാവരും രേണുവിനെ വിമർശിച്ചത്. പക്ഷെ എനിക്ക് രേണുവിനെ ഇഷ്ടമാണ്, ഉള്ളത് പറയാനും. അങ്ങനെ ചെയ്തത് കൊണ്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന രേണു വളരെ പോസിറ്റീവായിരുന്നു, ആൽബങ്ങൾ ചെയ്യാമായിരുന്നു, എന്ത് വേണമെങ്കിലും ചെയ്ത് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയതുകൊണ്ട് ലക്ഷങ്ങൾ കിട്ടി. ഒരു മാസം 4 ലക്ഷം, 5 ലക്ഷം, 7 ലക്ഷം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടംപോലെ പൈസയായി. 2-3 മാസമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ 2 മാസം കൊണ്ട് നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതെന്ത് തന്നെ ആവട്ടെ, എന്തായാലും രേണുവിന് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ രേണുവിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കുത്തനെ പിടിച്ചത് വേർട്ടിക്കലായിട്ട് പിന്നെ വീഡിയോ പിടിച്ചത്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെ ആയാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. രേണു സുഖമായി എത്രയും വേഗം സ്ട്രോങ് ആയി നല്ലതായി തന്നെ രേണു തിരിച്ചു വരട്ടെ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.